മറ്റേ കോംപ്ലക്സിറ്റീസും കുറെ മൾട്ടിപ്പിൾ ലെയറും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ക്യാരക്ടർ വന്നു കഴിഞ്ഞാൽ അത് ഇപ്പൊ പുണ്യാളനിൽ അത്രയും കോംപ്ലക്സിറ്റി ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഇതൊരു കുറച്ചുകൂടി റിട്ടേൺ ആയിട്ട് കുറച്ചുകൂടി ലെയർഡ് ആണ്, ഇത് കുറച്ചുകൂടി കൊമേഴ്ഷ്യൽ ആണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യാൻ ഒരു രീതി അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ ബേസിക്കലി നമ്മളുടെ ആഗ്രഹം ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സ് ട്രൈ ഔട്ട് ചെയ്യുക, പിന്നെ റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ ക്യാരക്ടർ പിടിച്ചു പോകാന്ന് മാത്രമേ ഉള്ളൂ. പുണ്യാളില് ചിലപ്പോ രോമാഞ്ചത്തിലെ സിനിമനായിട്ട് അല്ലെങ്കിൽ കണ്ട് മറന്ന കുറെ ക്യാരക്ടേഴ്സ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സാമ്യം ഉണ്ടാവും. പക്ഷെ അതിൽ തന്നെ മഹേഷ് ഏട്ടൻ ഒരു റിപ്പീറ്റ് അടിക്കാത്ത രീതിയിൽ എന്തെങ്കിലും പുതിയ പരിപാടികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ ബ്രഹ്മയുഗം വയസ്സ് അത് ടോട്ടലി എഴുത്തിലുണ്ടായ ഒരു സബ്ജക്റ്റാണ്. അപ്പൊ അത് നമ്മള് പോർട്രേ ചെയ്ത് നമ്മളത് അവരെ രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്തു എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. അദ്ദേഹം പ്രണവ് മോഹൻലാലൊക്കെ ആയിട്ട് സിനിമ ചെയ്യാൻ പോവാന്ന് കേൾക്കും. ഞാൻ കുറെ വിളിച്ചു, ചാൻസ് കിട്ടിയില്ല. അടുത്തതിൽ തരാമെന്ന് പറഞ്ഞു.